ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹെന്ന ചെയ്തിട്ട് ചെമ്പിച്ച മുടി എങ്ങനെ നല്ല കറുപ്പ് നിറമാക്കാം. മുടിയുടെ ഒറിജിനൽ കറുപ്പ് നിറം കിട്ടാനായിട്ട് ഹെന്ന ചെയ്തതിന് ശേഷം നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാനിത് എൻ്റെ മുടിയിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ മുടിയിൽ ഫ്രണ്ടിലൊക്കെ നല്ലപോലെ നരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹെന്നയാണ് ചെയ്യാറുള്ളത്, ഡൈ ഉപയോഗിക്കാറില്ല. ഞാൻ സാധാരണ ഹിമാലയയുടെ ഹെന്നപ്പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ മറ്റ് ഹെന്നകളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ഹെന്നപ്പൊടി 2-3 പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് അത് എയർ ടൈറ്റായ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറാണ് പതിവ്. ആ ഹെന്നപ്പൊടിയാണ് ഇത്. ഈ പൊടി ഞാൻ മുടിയിലിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി നല്ല പോലെ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, കറുത്ത മുടിയുടെ ഇടയിൽ കാണുന്നതൊക്കെ ഹെന്ന ചെയ്തിട്ട് നരച്ച മുടി ചെമ്പിച്ചിരിക്കുന്നതാണ്. ഹെന്ന ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നീലാമരിപ്പൊടിയാണ്, ഇൻഡിഗോ പൗഡർ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിലുണ്ടായ ഒറിജിനൽ നീലാമരി ചെടിയുടെ ഇല തന്നെയാണ്. അപ്പോൾ ഈ ഇല ഞാൻ പൊട്ടിച്ച് അമ്മിയിൽ അരയ്ക്കാനായി വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത് എൻ്റെ നീലാമരി ചെടി തന്നെയാണ്. അതിൽ പൂക്കൾ വന്നു. ഇപ്പം നിറയെ വിത്തുകളായിട്ടുണ്ട്. ഞാൻ ആ വിത്തുകളൊക്കെ പാവി പുതിയ തൈകളും മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും നീലാമരി ചെടി ഉണ്ടാവണമെന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കാം. നീലാമരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. ചിലതിലൊക്കെ കൂട്ടുണ്ടാവും. അത് നമ്മൾ ഉപയോഗിച്ചാലും യാതൊരു റിസൾട്ടും കിട്ടാറില്ല. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നീലാമരി ചെടി ഞാൻ വീട്ടിൽ നട്ടുപിടിപ്പിച്ചത്. അതാവുമ്പോൾ ഒരു മായവും ഇല്ലാത്ത ഫ്രഷ് ഇല നമുക്ക് അരച്ചെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാനിത് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടോ അതിൻ്റെ നിറം പിടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചൂടുള്ള വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതൊരു 15 മിനിറ്റ് ഒന്ന് സെറ്റാവാനായിട്ട് നമ്മൾ എടുത്തു വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഹെന്ന ചെയ്ത് അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുടി ഒന്ന് ഷാമ്പു ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കിതിൽ കണ്ടാലറിയാം, ഫ്രണ്ടിലൊക്കെ എൻ്റെ മുടി നല്ലപോലെ നരച്ചിട്ടുണ്ട്. ഈ ചെമ്പിച്ച മുടിയിലൊക്കെ ഇത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇത് അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ് മുടി കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് ഞാനിനി കാണിക്കുന്നത്. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് നിറം നമ്മുടെ മുടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. ആദ്യം നമ്മൾ സാധാരണ ഹെന്ന ഉപയോഗിച്ച് വെളുത്ത മുടിനൊന്ന് ചെമ്പിപ്പിച്ചെടുക്കണം. ആ മുടിയൊന്ന് ഷാമ്പു ചെയ്ത് ഉണക്കിയതിന് ശേഷം മുടിയിൽ നമ്മൾ നമ്മുടെ പ്യുവർ ഇൻഡിഗോ പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡൈ ഉപയോഗിക്കുന്നതിനേക്കാൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു നിറം നമ്മുടെ മുടിക്ക് കിട്ടുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.